Watch India's largest kids library only on Jio Hotstar. Download the app now. വരൂ, നമുക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങിച്ചു വരാം. ശരി. എന്താ പറ്റിയേ? എന്താ നിനക്ക് സ്റ്റാർട്ട് ആവാൻ ഇത്ര ബുദ്ധിമുട്ട്? ബോക്സർ ചേട്ടാ, പോയി നിങ്ങളുടെ കാർ റിപ്പയർ ചെയ്യേ. കണ്ടില്ലേ എത്ര കറുത്ത കളറിലാ പുക വരുന്നതെന്ന്? ഇത് കാരണം ഈ നഗരത്തിൽ പൊല്യൂഷനും ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ കാർ വേഗം റിപ്പയർ ചെയ്യൂ. കണ്ടില്ലേ, അന്തരീക്ഷം മുഴുവൻ പൊല്യൂഷൻ കൊണ്ട് നിറഞ്ഞിരിക്കുക. ശ്വാസം വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഓ കൂട്ടുകാരെ, നിങ്ങൾ എന്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നു. ഐ എം വെരി സോറി, ഐ എം വെരി 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 സോറി. ഞാൻ കാറ് റിപ്പയർ ചെയ്യാൻ വേണ്ടി എടുത്തോണ്ട് പോവാൻ പോവാ. നിങ്ങൾ രണ്ടുപേരും എവിടെയാണോ പൊല്യൂഷൻ ഇല്ലാത്തത് അങ്ങോട്ട് പോകുന്നത് നല്ലത്. എന്നാ പിടിച്ചോ. മോട്ടു എന്റെ ചങ്കേന്റെ ബ്രോ, നിങ്ങൾക്ക് ഫ്രണ്ടിൽ കൂടെ വന്നൂടെ? എന്തിനാണ് എപ്പോഴും ടോപ്പ് പൊളിച്ചിട്ട് വരുന്നത്? ഇങ്ങനെയൊന്നും വരല്ലേ. ഞാൻ എന്ത് ചെയ്യാനാ വലിയേട്ടാ? ആ ബോക്സർ ചേട്ടനാണ് ഞങ്ങളെ ഇട്ട് ഇടിച്ചത്. അവിടുന്ന് ഞങ്ങള് നേരെ ഇങ്ങോട്ടാണ് വന്ന് വീണത്. ഡോക്ടർ ചട്ക, പ്രശ്നം എന്താന്ന് വെച്ചാൽ അതെ വലിയേട്ടാ, നിങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്യൂ. ഈ നഗരം മുഴുവനും പൊല്യൂഷൻ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വണ്ടിയുള്ളവരുടെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. പൊളിച്ചെടുത്തല്ല. അതെ ഡോക്ടർ ജഡ്ക ഒരു പുതിയ കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഓടിച്ചാൽ നമ്മുടെ നഗരത്തിൽ പൊല്യൂഷൻ ഒട്ടും ഉണ്ടാവില്ല. എന്റെ ചങ്കേന്റെ ബ്രോ, ഞാനൊരു അടിപൊളി കാർ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാരും വന്ന് നോക്കൂ. അതേ, എന്ത് വെള്ളത്തിലൂടെ പോകുന്ന കാറോ? ശരിയാണ് സുഹൃത്തുക്കളെ, ഇത് വെള്ളത്തിൽ പോലും പോകും. ഇതിൽ പുക വരില്ല, ആവി മാത്രമേ വരുള്ളൂ. ഇതുകൊണ്ട് പൊല്യൂഷനും ഉണ്ടാകില്ല. അതെ, ഇതാ കണ്ടോ മോട്ടു എന്റെ ചങ്കേന്റെ ബ്രോ, കാർ എങ്ങനെയാ? അടിപൊളിയായിട്ടില്ലേ? വലിയേട്ടാ, ഈ കാറ് ഞാൻ കൊണ്ടുപോവാം. എന്നിട്ട് ഈ കാറിനെ മുഴുവൻ നഗരത്തിലുള്ളവരെയും ഞാൻ കാണിക്കും. എന്നിട്ട് ഇതിന് പബ്ലിസിറ്റി ചെയ്തേക്കാം. ചേട്ടാ മോട്ടു എന്റെ ചങ്കേന്റെ ബ്രോ, ഒരു ട്രയൽ ഓട്ടി നോക്കൂ. അപ്പോഴല്ലേ ഇത് എങ്ങനത്തെ കാറാണെന്ന് എല്ലാവർക്കും ഒന്ന് അറിയുള്ളൂ. അതെ, അപ്പൊ ഇതാണോ കാര്യം? ഈ ജോണിന്റെ ചെകുത്താൻ ബുദ്ധിയിൽ ഒരു സൂപ്പർ ഐഡിയ വന്നിട്ടുണ്ടോ? നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? ഞാൻ എത്ര തവണയായി പറയുന്നു വീടുണ്ടാക്കണം 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 എന്ന്. വല്ല വിചാരണ്ടോ? ഇപ്പൊ നോക്കി, നല്ല മഴ വരുന്നുണ്ട്. നന്നായി നനയട്ടെ. അതെ, എന്താ മോളെ പറയുന്നേ? ഇത് മഴക്കാലം ഒന്നുമല്ലോ, പിന്നെ എങ്ങനെയാ മഴ പെയ്യുന്നത്? മഴക്കാലത്തിന് ഇനി കുറെ നാളില്ലേ? ദേ കണ്ടില്ലേ, മോട്ടുപത്തിലുണ്ട് കാറാണ് മേഘങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വാ, നമുക്ക് പോയി നോക്കിട്ട് വരാം. അല്ല മോട്ടു പത്ലു പെണ്ണാമി, ഈ പ്രശ്നം എന്താ തുടങ്ങി വെച്ചിരിക്കുന്നേ? നമുക്ക് നോക്കിയിട്ട് വരാം. എന്താ പറ്റിയെന്ന് പറയൂ. സോറി സോറി. എന്റെ അമ്മോ, പെട്ടെന്ന് കാലാവസ്ഥ മാറുന്നു. മേഘങ്ങളൊക്കെ താഴെ ഇറങ്ങി വരുന്നത് പോലെ ഉണ്ടല്ലോ. എനിക്കൊന്നും കാണുന്നില്ല.
സോറി. എന്താ ചിങ്ങം സാർ, നോക്കി വണ്ടി ഓടിക്കാൻ പാടില്ലേ? നിങ്ങൾ എന്റെ സ്കൂട്ടർ ഇടിച്ച് ചളുക്കി കളഞ്ഞു. എങ്ങനെ വണ്ടി നോക്കി ഓടിക്കാനാണ്? ഇതാ മേഘങ്ങളൊക്കെ താഴെ ഇറങ്ങി വന്നത് താൻ കണ്ടില്ലേ? അങ്ങനെയൊന്നും അല്ല ചിങ്ങം സാർ, ഈ മേഘങ്ങൾ മാനത്തുനിന്ന് വന്നൊന്നും അല്ല. ദേ കണ്ടില്ലേ, നിങ്ങളുടെ കൂട്ടുകാരായ മോട്ടോ പത്തുലിന്റെ കാറിൽ നിന്നാണ് ഇതെല്ലാം ഈ വന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ ഞാൻ അവന്മാരെ വെറുതെ വിടില്ല. മോട്ടു പത്ലു, വണ്ടി നിർത്ത്. സ്റ്റോപ്പ്, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. സ്റ്റോപ്പ്. ഹലോ ചിങ്ങം സാറേ, സുഖമാണ് നിങ്ങൾക്ക്? ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നോണ്ടിരിക്കുകയായിരുന്നു. മോട്ടു, വണ്ടി നിർത്താൻ പറഞ്ഞില്ലേ? ചിങ്ങം സാറേ, നിങ്ങൾ പൊക്കോ, അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്തെന്ന് വെച്ചാ ഇവര് എന്റെ ഇരകളാണ്. ഓയ്, അയ്യോ, ഒന്നും കാണുന്നില്ല. സോറി ബോക്സർ ഏട്ടാ, ഇവന്മാര് എന്റെ ഇരകളാണ്. ഇല്ല, അവരെന്റെ മാത്രം ഇരകളാണ്. അല്ല ചിങ്ങം സാറേ, നിങ്ങൾ ഏതിരകളെ കുറിച്ചാ പറയുന്നത്? ഏതിരകൾ? ഞാൻ നിങ്ങളോട് പറയാൻ വന്ന എന്താണെന്നറിയോ? ഇതൊരു അത്ഭുത സൃഷ്ടിയുള്ള കാറാണ്. പിന്നെ ഇതിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുമുണ്ട്. അതെ, ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ബോക്സിംഗിന്റെ നന്മകളെ കുറിച്ച് പറഞ്ഞു തരാം. ഇന്ന് പിടിച്ചോ. ഈ എന്റെ ഊഴമാണ്. ചാർജ്. എന്റെ അമ്മോ, എന്നോട് എന്തിനാ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്? ഞാൻ എന്താണ് ചെയ്തത്? എന്റെ അമ്മോ, താൻ എന്താ ചെയ്തെന്നോ? ഒന്ന് പുറകോട്ട് നോക്കേ, എന്താ സംഭവിച്ചിരിക്കുന്നത്? ഓഹോ ചിങ്ങം സാറേ, ഇത് അടിപൊളിയാണല്ലോ. മഴ പെയ്യാൻ പോവുകയാണല്ലോ. മേഘങ്ങളൊക്കെ എത്ര താഴേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. മഴ വരാൻ പോകുന്നു. മഴ ഇപ്പൊ വരും. കൊള്ളാം 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 കൊള്ളാം. മോട്ടു, ഇത് തന്റെ കാറിന്റെ അകത്ത് വന്ന മേഘങ്ങളാണ്. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? കാറിന്റെ അകത്തുനിന്ന് വന്ന മേഘങ്ങളോ? ഡോക്ടർ ജഡ്കയല്ലേ പറഞ്ഞത് ഇതിൽ നിന്നും പുക വരില്ലെന്നും ഇത് പൊല്യൂഷൻ ഉണ്ടാക്കില്ലെന്നും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് വേറെ എന്തോ ആണല്ലോ. മോട്ടു, വേഗം ഫോൺ ചെയ്യേ. വലിയേട്ടാ, ഒന്ന് വേഗത്തിൽ വരൂ. ഷെടാ മോട്ടു പത്ലു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇത്രയും മേഘങ്ങൾ എവിടുന്നാണ് വന്നത്? ക്ലൈമറ്റ് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറിയത്? ക്ലൈമറ്റ് മാറിയതല്ല വലിയേട്ടാ, നിങ്ങൾ തന്ന ഈ കാറിന്റെ പ്രശ്നമാണിത്. നിങ്ങൾ ഞങ്ങൾക്ക് കാറ് തന്നു പൊല്യൂഷൻ ഇല്ലാതാക്കാൻ. പക്ഷെ ഇവിടെ പുതിയൊരു പ്രശ്നമാണ് തുടങ്ങിയിരിക്കുന്നത്. കണ്ടില്ലേ, ഞങ്ങളുടെ പിന്നിൽ മുഴുവൻ ആക്സിഡന്റ്സ് ആണ് സംഭവിക്കുന്നത്. എന്റെ വലിയേട്ടാ, മനുഷ്യരെ വിടൂ. നമ്മുടെ കൂടെ പട്ടിയും പൂച്ചയും കാക്കയും ഒക്കെയുണ്ട്. ചേട്ടാ മോട്ടു പത്ലു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഞാനുണ്ടാക്കിയ കാറിൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. തീർച്ചയായിട്ടും ഇതിനെ ആരോ എന്തോ ചെയ്തിട്ടുണ്ട്, ഉറപ്പാണ്. അതെ, ഈ വെള്ളത്തിൽ ആരോ വേറെ എന്തോ കലർത്തിയിട്ടുണ്ട്. അതെ, ഉറപ്പായിട്ടും. ഇപ്പൊ ഞാൻ നിനക്ക് ചെക്ക് ചെയ്തിട്ട് പറയാം. ഷെടാ, ഇതാ കണ്ടില്ലേ, ഇതിലാരോ ഒന്ന് കലർത്തിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പൊല്യൂഷൻ വന്നത്. അതെ. ഓ, അപ്പം ഇതാരായിരിക്കും ചെയ്തത്? ഓഹോ, അപ്പൊ ഇതാണ് കാര്യമല്ലേ? ചിങ്കം സാർ സോറി, വെരി സോറി. ബോക്സർ ചേട്ടാ സോറി, വെരി വെരി സോറി. ഞങ്ങളിപ്പോ ഈ കാറിനെ റിപ്പയർ ചെയ്തിട്ട് വരാൻ കേട്ടോ. പൊളിച്ചെടുത്തല്ല, വിട് എന്നെ, വിടണേ. ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, പറയൂ, ആരാണ് ഈ കാർ ഇത്രയും അടിപൊളിയായിട്ട് കണ്ടുപിടിച്ചത്? ഞാൻ കേട്ടറിഞ്ഞത് ഇതിൽ നിന്നും വലിയ ക്ലൗഡ്സ് ഉണ്ടാകുന്നു എന്നാണ്. പിന്നെ മഴയും വരുന്നുണ്ടത്രേ. ഗ്രേറ്റ് ആണ്, ഇത് വളരെ ഗ്രേറ്റ്. ഇത് ഏറ്റവും വലിയ ഡിസ്കവറിനെ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിനുശേഷം എവിടെ വേണമെങ്കിലും ഞങ്ങളെ കൊണ്ട് മഴ പെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ എവിടെയും വരണ്ടു പോകില്ല, വെള്ളത്തിന് ക്ഷേമവും വരില്ല. ഇത് ഒരു വലിയ കണ്ടുപിടുത്തമാണ്. ഈ കാറിനെ എനിക്ക് തന്നേക്കൂ പ്ലീസ്. ഇതിനു വേണ്ടി ഞാൻ നിങ്ങൾക്ക് 100 കോടി രൂപ തരാം. അതെ. ഇതിനെ കണ്ടുപിടിച്ചത് ഞാനാണ്. ഈ കാറ് വെറും വെള്ളത്തിൽ മാത്രമേ പോകുള്ളൂ. പിന്നെ പുകയ്ക്ക് പകരം ആവി മാത്രമേ വരുള്ളൂ. പക്ഷേ ഈ ടാങ്കിലുള്ള വെള്ളത്തിൽ ഞാനൊരു സാധനം കലർന്നു. അതുകൊണ്ടാണ് ഈ ക്ലൗഡ്സ് ഒക്കെ വരുന്നത്, മഴയും പെയ്യുന്നത്. ഈ കണ്ടുപിടുത്തം എന്റേതാണ്. ആ 100 കോടി രൂപ എനിക്ക് തരൂ. അതെയോ? അപ്പൊ ഇതൊക്കെ നീയാണ് ചെയ്തത്? അതെ, തീർച്ചയായിട്ടും സത്യമായിട്ടും അത് എന്റേതാണ്. അത് ഞാനാണ് കണ്ടുപിടിച്ചത്. ആ 100 കോടി രൂപ എനിക്ക് തരൂ. ഓക്കേ, നിനക്ക് തന്നെ തരാം. എന്നാ പിടിച്ചോ. വേണ്ട, വേണ്ട. ഇതാ പിടിച്ചോ. വേണ്ട.
എന്നെ വിട്ടേക്ക്. ആ 100 കോടി രൂപ തന്നിട്ട് തല്ലു പ്ലീസ്. എന്നെ വിട്ടേക്കൂ. വേണ്ട വേണ്ട. ജോൺ, നിന്റെ വായിൽ നിന്ന് സത്യം വരുവാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ചേർന്ന് നാടകം കളിക്കുകയായിരുന്നു. ഇത് ചീറ്റിംഗ് ആണ്, വളരെ വളരെ ചീറ്റിംഗ് ആണ്. നിങ്ങളൊക്കെ നല്ലവരാണ്, പക്ഷെ ഞാൻ ഇങ്ങനെ ഉണ്ടായിരുന്നാൽ നിങ്ങൾക്ക് എന്താ? എന്നോട് ഇങ്ങനെ കളിക്കല്ലേ. നീ ജയിലിലേക്ക് പോകാൻ റെഡി ആയിക്കോ, അല്ലെങ്കിൽ നിനക്ക് പണി കിട്ടും. Watch India's largest kids library only on Geo Hotstar. Download the app now.